അപ്പൊ കാത്തലിക് ചർച്ച് ഈ വറ്റിക്കാൻ കൗൺസിൽ ഉണ്ടായി എന്ന് പറയുന്നത് അത് സഭാചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റമാണ്. കാരണം അത് കൃത്യം ഈ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പറയുന്നത് ഒരു 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 ആപ്തവാക്യമായിട്ട് മാറുന്നുണ്ട്. അതായത് സഭയുടെ ജനാലകളും വാതിലുകളും തുറന്നിടുമ്പോൾ സംഭവിക്കുന്നത് കാറ്റും വെളിച്ചും അകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ അങ്ങനെ തുറന്നിട്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. മാറ്റങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സഭ കുറെ കൂടെ മനുഷ്യനോടടുക്കുന്നു, മാനുഷികമായ നിലപാടുകൾ എടുക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശരിക്കും തെക്കേ അമേരിക്കയിലെ ലിബറേഷൻ തിയോളജി കയറി പിടിച്ച് വളർന്നു വന്നത്, വിമോചന ദൈവശാസ്ത്രം. അപ്പൊ ആ വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ, അതായത് പാവപ്പെട്ട മനുഷ്യൻ, ദരിദ്രനായ മനുഷ്യൻ, അവഗണിക്കപ്പെട്ട മനുഷ്യൻ, അവന്റെ കൂടെ ദൈവമാണ് നിൽക്കുന്നത്. ഇതൊരു ബിബ്ലിക്കൽ സങ്കല്പമാണ്. ദരിദ്രരുടെ ദൈവം എന്നുണ്ട്. അനബിം യാബെ എന്ന ഹീബ്രുവിൽ പറയുന്നത്. അത് ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമം മുതൽ ഇങ്ങോട്ടുള്ളതാ. ജീസസ് അതിന്റെ ആൾരൂപമായിരുന്നു. ദൈവം നിൽക്കുന്നത്, ജീസസ് നിൽക്കുന്നത് അവഗണിക്കപ്പെട്ടവന്റെ കൂടെ. അപ്പൊ ആ പരിത്യക്തന്റെ കൂടെ നിൽക്കുന്ന ദൈവം എന്ന സങ്കല്പമാണ് ഈ ലിബറേഷൻ. അതാ ബേസ്. വിമോചന ദൈവശാസ്ത്രത്തിന് ബേസ് അതാ. എവിടെ മനുഷ്യൻ അവഗണിക്കപ്പെടുന്നുണ്ടോ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, തള്ളപ്പെടുന്നുണ്ടോ, പട്ടിണിയിലാകുന്നുണ്ടോ, യുദ്ധത്തിന്റെ കെടുതിയിലാകുന്നുണ്ടോ, അവിടെയാണ് ദൈവം. അവിടെ നിൽക്കുന്നതാണ് ദൈവിക മനുഷ്യൻ.